വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മാഗി വെച്ചിട്ടൊരു കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ? വളരെ ഈസിയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന പോലെ ബ്രെഡ് ക്രംസിലോ മുട്ടയിലോ ഒന്നും മുക്കിയെടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ന്യൂഡിൽസ് കട്ട്ലറ്റ് തയ്യാറാക്കേണ്ടത്. ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നൂഡിൽസ് കുറച്ച് വെള്ളത്തിൽ വേവിച്ച് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ചൂടൊന്നുമില്ല, എല്ലാം ചൂടൊക്കെ ആറിയതാണ്. മാത്രമല്ല നൂഡിൽസിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കണം, വെള്ളമൊന്നും പാടില്ല. ഞാനിവിടെ ഇതേപോലെയുള്ള മാഗിയുടെ 2 പാക്കറ്റ് നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ്. അപ്പോൾ ഇവിടെ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. രണ്ടും വേവിച്ചെടുത്തതാണ്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അടുത്തത് ബ്രെഡാണ്. 3-4 ബ്രെഡ് എടുക്കാം. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഞാനിവിടെ കൈവച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ബ്രെഡ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കട്ട്ലറ്റ് സാധാരണ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല. ബ്രെഡ് ഇതേപോലെ മുഴുവനായിട്ടും തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ബ്രെഡൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മാഗിയുടെ നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 പാക്കറ്റ് നൂഡിൽസ് മസാലയുണ്ട്. ഞാൻ ആദ്യം 1 പാക്കറ്റാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പാക്കറ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ക്യാരറ്റും പൊട്ടറ്റയും വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗിയുടെ മസാലയിലും നല്ല ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. എനിക്ക് കുറച്ച് ഉപ്പ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കി തുടങ്ങാം. കയ്യിൽ ഓയിലൊക്കെ ഒന്ന് പുരട്ടാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം, ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം, കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ മാഗി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് മാഗി വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരു പാക്കറ്റ് വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്